ജിന്നിൻ്റെ പെണ്ണ് ഭാഗം 35. അവതരണം അപര. സൂരജ് സാറിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കുമെന്നോർക്കും തോറും കയ്യും കാലം തളരുന്ന പോലെ. ആ തളർച്ച ശരീരം മൊത്തം വ്യാപിക്കുമെന്ന് തോന്നിയതും റിച്ചുവിൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ച് കൂടുതൽ ഞാൻ അവനിലേക്ക് ചേർന്നു നിന്നു. അവൻ്റെ നെഞ്ചിലെ ചൂട് പകർന്നു തരുന്നത് വല്ലാത്തൊരാശ്വാസമാണ്. സങ്കടങ്ങളിലും തളർച്ചയിലും പേടിയിലും അവൻ പകർന്നു നൽകുന്ന സാന്ത്വനത്തോളം മറ്റൊന്നും പകരമാവില്ല. അവൻ ഏൽപ്പിക്കുന്ന മുറിവുകൾക്കും നൊമ്പരങ്ങൾക്കും പോലും അവൻ്റെ നെഞ്ചിൻ്റെ ചൂടും ചങ്കിടിപ്പിൻ്റെ താളവും കൊണ്ട് ശമനം കിട്ടുന്നത് പോലെ വേറെ എവിടെ നിന്നും കിട്ടാറില്ല. എന്തൊരു വിരോധാഭാസമാണ് വേദനിപ്പിക്കുന്നവൻ്റെ അടുത്തേക്ക് തന്നെ മരുന്ന് തേടി ചെല്ലേണ്ട അവസ്ഥ. എങ്കിലും ഞാൻ എല്ലാം മറന്ന് എന്നെ തന്നെ മറന്നു പോകുന്നു ഈ ഹൃദയതാളത്തിന് മുന്നിൽ. ഇങ്ങനെ തന്നെ നിന്നാൽ മതിയെന്ന് തോന്നും ലോകാവസാനം വരെ, അല്ലെങ്കിൽ ദേഹത്തെ വിട്ടൊഴിയുന്നവരെ. ഇവനോളം വേദന തരുന്നതും ഇവനോളം ആശ്വാസം തരുന്നതും ഇവൻ്റെ മാത്രം മാന്ത്രികതയാണ്. ഉടലിൻ്റെ ഉയിരിൽ അലിഞ്ഞു ചേർന്നു എൻ്റെ മാത്രം ചിഹ്നം. എൻ്റെ നെഞ്ച് മൊത്തം മാന്തി പറിക്കുവോ? ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന പോലെ ഞാൻ റിച്ചുവിനെ നോക്കി. പടച്ചോനെ, ഇത്ര നേരം ഈ കരിങ്കലി ചാരിയാണോ ഞാൻ നിന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വേഗം അവൻ്റെ നെഞ്ചിൽ നിന്നും മാറി നിന്നു. ഇത്രയും നേരം പാർക്കിൽ കിടക്കുമ്പോൾ എൻ്റെ നെഞ്ച് ചാരി വിശ്രമിച്ചതും പോരാതെ എൻ്റെ നെഞ്ച് മുഴുവൻ അള്ളി പറിച്ചിട്ട് ഇപ്പം എൻ്റെ നെഞ്ച് കരിങ്കല്ലെന്നോ? നീ കൊള്ളാലോടി കാട്ടുപൂച്ചേ. ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് വേഗം ഞാൻ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് സൂരജ് സാറിന് ഓർമ്മ വന്നത്. പോയ സ്പീഡിൽ തിരിച്ചു വന്ന് ഞാൻ റിച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ വരവ് കണ്ടതും ചെറുചിരിയോടെ ചോദിച്ചു, എന്തേ മാളിയേക്കിലെ ഇളമുറ തമ്പുരാട്ടി പോയ പോലെ തിരിച്ചു വന്നത്? അതെ, നേരത്തെ നടന്നില്ലേ? ബാക്കി പറയടി. എന്തു പറയണമെന്നറിയാതെ ഞാൻ റിച്ചുവിനെ തന്നെ നോക്കി നിന്നു. എന്താണ് മോളെ, നേരത്തെ തന്നതിൻ്റെ ബാക്കി വേണോ എന്ന് ചോദിച്ചുകൊണ്ട് മീശ പിരിച്ചൊരു പ്രത്യേക ഭാവത്തോടെ എൻ്റെ അടുത്തേക്ക് വരുന്ന റിച്ചുവിനെ കണ്ടതും ഞാൻ വേഗം എൻ്റെ കൈകൊണ്ട് വായ പൊത്തി. എൻ്റെ വായ പൊത്തിയുള്ള നിൽപ്പ് കണ്ടതും റിച്ചു കിടന്ന് ചിരിക്കാൻ തുടങ്ങി. വയറും പൊത്തിപ്പിടിച്ച് ചിരിക്കുന്ന അവനെ കണ്ടതും എൻ്റെ മുഖം പരിഭവം കൊണ്ട് വീർത്തു. എൻ്റെ മെഹറൂസേ, ഇങ്ങനെ വീർപ്പിക്കല്ലേ, ഇപ്പം ഈ കവിൾത്തടങ്ങൾ പൊട്ടിത്തെറിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ 2 ചൂണ്ടുവിരൽ കൊണ്ട് എൻ്റെ കവിളിണകളിൽ കുത്തി. എന്താടി കുറുമ്പി ഇങ്ങനെ മുഖം വീർപ്പിച്ച് നോക്കുന്നത്? ഞാനിനി എങ്ങനെ സൂരജ് സാറിൻ്റെ മുഖത്ത് നോക്കും? ഇത്രയും സുന്ദരനായ ഞാനിവിടെ ഉള്ളപ്പോൾ നീ എന്തിനാടി അവൻ്റെ മുഖത്ത് നോക്കുന്നത്? നീ എന്നെ നോക്കിക്കോ. അതല്ല, നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ. പിന്നെ എന്തു പറയണമെന്നറിയാതെ ഞാൻ വാക്കുകൾക്ക് വേണ്ടി പരതി. അതുവരെ ഉണ്ടായിരുന്ന കുസൃതിയൊക്കെ മാറി റിച്ചു കുറച്ച് സീരിയസ് ആയി. റിച്ചുവിൻ്റെ പ്രാണനിൽ അലിഞ്ഞ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ മാത്രം പെണ്ണാണ് നീ. നാളെ എൻ്റെ മഹറണിഞ്ഞ് എൻ്റെ ജീവൻ്റെ പാതിയാവേണ്ടവൾ. ഈ ജന്മത്തിലും ഇനിയുള്ള 7 ജന്മത്തിലും എനിക്ക് വേണ്ടി എൻ്റെ വാരിയലിനാൽ പടച്ചവൻ എനിക്കായി പടച്ച എൻ്റെ മാത്രം പെണ്ണ്. നീ എന്തിനാ പേടിക്കുന്നത്? അവൻ നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ എന്നോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി. അവൻ്റെ സംശയം ഞാൻ മാറ്റി കൊടുത്തോളാം കേട്ടോ. എന്നാൽ ഞാൻ പോട്ടെ. പൊട്ടിക്കാളി, ഇങ്ങ് വന്നേ. ഞാൻ നടന്ന് അടുത്ത് ചെന്നതും എന്നെ നെഞ്ചോട് ചേർത്ത് നെറുകയിൽ ചൂണ്ടമർത്തി. നിന്നെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യും പെണ്ണേ. ഇപ്പം നിന്നെ കാണാതെ നീ അടുത്തില്ലാതെ വയ്യടി. എനിക്കും. അവൻ്റെ പ്രണയത്തിൻ്റെ ലോകത്തകപ്പെട്ടപ്പോൾ സ്വന്തം നാവ് പോലും ചതിച്ചിരിക്കുന്നു. ഉള്ളിൽ 1000 വട്ടം അലയടിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ പുറത്തേക്ക് വന്നു. പറഞ്ഞ എനിക്കും കേട്ടവനും അതൊരു ഷോക്കായിരുന്നു. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അവൻ പറഞ്ഞു, എന്തോ? എങ്ങനെ? മോള് പറഞ്ഞതിക്കു കേട്ടില്ല, ഒന്നുകൂടി പറഞ്ഞേ. ഞാനൊന്നും പറഞ്ഞില്ല. എന്നാ വേണ്ട, ഇപ്പം പൊയ്ക്കോ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെറിയനെ കൽപ്പിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ സൂരജ് സാർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. തെല്ലൊരാശ്വാസത്തോടെ ഞാൻ സീറ്റിലേക്ക് പോയി. രാവിലെ ഓഫീസിലെത്തിയെങ്കിലും റിച്ചു ഇല്ലാത്തത് കൊണ്ട് ഒന്നിനും ഒരു ഉന്മേഷവും തോന്നിയില്ല. പക്ഷേ സൂരജ് സാറിൻ്റെ സ്വഭാവത്തിൽ അന്നുവരെ കണ്ടതിൽ നിന്നും ഒരു മാറ്റം. ആവശ്യമില്ലാതെ നടന്നു പോകുമ്പോൾ ശരീരത്തിൽ തട്ടിക്കൊണ്ടു പോകുന്നു. എന്തേലും ഡൗട്ട് ക്ലിയർ എന്ന് പറഞ്ഞു വന്ന് ചേർന്ന് നിൽക്കുക, അങ്ങനെ പലതും. ലഞ്ച് ടൈം ആയപ്പോൾ ഞാൻ അഫ്നയോടും ആര്യയോടും ചോദിച്ചു, നിങ്ങൾക്ക് രണ്ടാൾക്കും സൂരജ് സാറിൻ്റെ ബിഹേവിയറിൽ എന്തെങ്കിലും പന്തികേട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചതും ആര്യയുടെ മുഖത്ത് ഒരു ഭയമോ വെപ്രാളമോ ഒക്കെ ഉള്ളതുപോലെ തോന്നി. എനിക്കും അയാളുടെ നോട്ടത്രയ്ക്കങ്ങ് പിടിക്കുന്നില്ല മെഹറു, അഫ്ന പറഞ്ഞു. നിനക്കോ ആര്യ? എനിക്കൊന്നും തോന്നിയിട്ടില്ല. അവളുടെ ശബ്ദത്തിൽ പോലും ഭയം കലർന്നിരുന്നു. എന്നാൽ എനിക്ക് തോന്നുന്നുണ്ട്
അയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മെഹറു? നമ്മൾ വെറും ട്രെയിനീസ് അല്ലേ, അവരൊക്കെ നമ്മുടെ തലപ്പത്തുള്ളവരും. പ്രതികരിച്ചാൽ നമുക്കല്ലേ നഷ്ടം? എന്ന് കരുതി എന്തു തോന്നിവാസവും സഹിക്കണമെന്നാണോ ആര്യ നീ പറയുന്നത്? പ്രതികരിക്കേണ്ടിടത്ത് നമ്മൾ അതിന് മുതിരുന്നില്ലേ, നമ്മുടെ മൗനം അവർക്ക് സമ്മതം പോലെ തോന്നും. പിന്നെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കാകും കാര്യങ്ങൾ. മെഹറു, നിങ്ങൾക്ക് പറയാം, കാരണം നിനക്ക് ഈ ജോലി ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ കണ്ട അടുക്കളപ്പുറങ്ങളിലെ കരിയും പുകയും കൊണ്ട് പാത്രങ്ങൾ മോറിയും എന്നെ അനിയത്തെയും പഠിപ്പിക്കാനും ഉണ്ണാനും ഉടുക്കാനും തന്ന് വളർത്തി വലുതാക്കി എൻ്റെ അമ്മയെ ഇനിയും കഷ്ടപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം എൻ്റെ പ്രതികരണ ശേഷിയെ പണയം വെച്ചിരിക്കുന്നു ഞാൻ. പറഞ്ഞു കഴിയുമ്പോൾ അവളുടെ മിഴിനീരിനൊപ്പം ഞങ്ങളുടെ മിഴിനീരും അടർന്നു വീണു. നമുക്കൊന്നിനും പോവണ്ട മെഹറു, പ്ലീസ്. എൻ്റെ സ്വപ്നവും പ്രതീക്ഷയല്ല ഈ ജോലിയും. സൂരജ് സർ MDയുടെ അടുത്ത ആളാണ്. നമ്മൾ പ്രതികരിച്ചാലും നഷ്ടം നമുക്ക് മാത്രമാവും. അങ്ങനെയൊന്നും അല്ല ആര്യ. റോഷൻ സാർ അങ്ങനെയുള്ള ആളൊന്നുമല്ല. ഇത്ര ഉറപ്പിച്ച് പറയാൻ സാറ് നിൻ്റെ അമ്മയുടെ മോനൊന്നും അല്ലല്ലോ മെഹറു. അതുകൊണ്ട് ആര്യ പറയുന്നതാണ് ശരി. സാറ് നമുക്കൊപ്പം എന്തായാലും നിൽക്കില്ല. സൂരജ് സാറിനൊപ്പം മാത്രമേ നിൽക്കൂ. അയാളുടെ പ്രവർത്തികളൊന്നും അതിര് കടക്കാതെ നോക്കിയാൽ മതി നമ്മൾ. ചർച്ചയ്ക്ക് വിരാമമിട്ടെങ്കിലും റിച്ചു വരുമ്പോൾ ഈ കാര്യം പറയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എന്തായാലും ഇപ്പോൾ പറഞ്ഞ് ടെൻഷനാക്കണ്ട. മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി വരട്ടെ. ഓഫീസ് ടൈം കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രയിൽ ഞാൻ അവന്മാരോട് കാര്യം പറഞ്ഞു. കൂടെ സൂരജ് സാറിൻ്റെ മേലൊരു കണ്ണ് വേണമെന്നും പറഞ്ഞു. ദിവസങ്ങൾ ഓടി മാറിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ഞങ്ങളുടെ ഷോപ്പിങ്ങും തറവാട് പെയിൻ്റ് എല്ലാമായി മാളിയേക്കൽ തിരക്കോട് തിരക്ക്. റിച്ചുവിൻ്റെ കല്യാണം പ്രമാണിച്ച് ഷബാനയുടെ ഉമ്മയും ഉപ്പായും അനിയത്തിയും ഗൾഫിൽ നിന്നും വന്നു. അവർ വന്നത് തന്നെ റോഹുവിന് ഷബാനയുടെ അനിയത്തിയുടെ പ്രപ്പോസലായിട്ടാണ്. അപ്പച്ചി ആവുന്നതും എതിർത്തെങ്കിലും അഹമ്മദ് മാമയുടെ നിർബന്ധവും റോഹുവിൻ്റെ സമ്മതവും അപ്പച്ചിയുടെ എതിർപ്പിൻ്റെ മുനകളെ ഒടിച്ചു. ഐശു ഒരു നോവായതുകൊണ്ട് തന്നെ ഞാനും അജുവും റോഹുവിനോട് സംസാരിച്ചിരുന്നു. ഞങ്ങൾക്കൊരു വാക്ക് പറയാൻ പോലുമുള്ള അവസരം തരാതെ റോഹു പറഞ്ഞു. അവൾക്ക് മാത്രമല്ല എല്ലാം മറക്കാൻ കഴിയുന്നത്, എനിക്കും കൂടിയാണെന്ന് അവൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിന് ഞാൻ യെസ് പറഞ്ഞു. നിങ്ങൾ വിഷമിക്കേണ്ട, എനിക്ക് പൂർണ്ണ സമ്മതമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിതിന് മുതിർന്നത്. അവൻ ഇത്രയും ഉറപ്പിച്ച് പറയുമ്പോൾ ഇനി എന്തവനോട് പറയണമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുന്ന ഞങ്ങളെ നോക്കി അവൻ ചോദിച്ചു. ഞാൻ നേരത്തെ കല്യാണം കഴിക്കുന്നതിൻ്റെ പൊസസീവ്നെസ് ആണോ രണ്ടാൾക്കും? എന്നാൽ അത് വേണ്ട. എൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും ഞാൻ നിങ്ങളുടെ റോഹു തന്നെ. ഇപ്പം എങ്ങനെയാണോ എപ്പോഴും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ഞങ്ങളെ രണ്ടാളെയും അവൻ ചേർത്ത് പിടിച്ചു. തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും ഒളിച്ചു പിടിച്ച നോവിൻ്റെ വേലിയേറ്റം അവൻ്റെ കണ്ണുകളിൽ 2 പവിഴമുത്തായി രൂപം കൊണ്ടു. റിച്ചുവിനൊരു സർപ്രൈസ് എന്നും പറഞ്ഞ് അവനെ അറിയിക്കാതെ റോഹുവിൻ്റെ ബന്ധം ഉറപ്പിച്ചു. ഓഫീസിൽ സൂരജ് സാറിൻ്റെ നോട്ടവും ഒരു തരം ചിരിയും മുറക്കി നടക്കുന്നുണ്ടെങ്കിലും ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്തായാലും റിച്ചു വരുമ്പോൾ അറുക്കാൻ നിർത്തിയിരിക്കുന്ന കോഴിയല്ലേ, അവസാനമായി ഇവിടെ കിടന്നോന്ന് ആഗ്രഹം തീർത്തോട്ടെ. മെഹറു, നിന്നെ ഇൻഷാ മാഡം വിളിക്കുന്നു. ഞാൻ ക്യാബിനിൽ ചെല്ലുമ്പോൾ എന്തൊക്കെയോ ഫയലെടുത്ത് എവിടെയോ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. മെഹറു, ഞാനിപ്പോൾ ഡൽഹിക്ക് പോകുകയാണ്. റിച്ചു പോയ നമ്മുടെ പ്രൊജക്റ്റ് ശരിയായി. അവരുടെ ഇന്ത്യയിലെ ഓഫീസ് ഡൽഹിയിലാണ്. എനിക്ക് അത്യാവശ്യമായി അവിടെ എത്തിയേ പറ്റുള്ളൂ. നാളെ കഴിഞ്ഞ് മേഫി കൂടി അവിടെ എത്തിയാൽ നമ്മുടെ അവരുമായുള്ള പ്രൊജക്റ്റ് സംബന്ധിച്ച് എല്ലാ പേപ്പേഴ്സും റെഡിയാവും. പിന്നെ രണ്ടാൾക്കും സമാധാനമായ ഹണിമൂണിനൊക്കെ പോവാലോ. ഞാൻ ഒരു ചമ്മിയ ചിരിച്ചു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കാണാം. നിന്നെയും നിൻ്റെ ഇക്കാനെയും ഞാൻ വല്ലാതെ മിസ് ചെയ്യല്ലോ മോളെ. എനിക്കും വേഗം വരണേ. എൻ്റെയും റിച്ചുവിൻ്റെയും നിക്കാഹിനുള്ള ദിവസം അടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ലീവ് ആപ്ലിക്കേഷൻ ഷെറീനയ്ക്ക് ഫോർവേഡ് ചെയ്യണം. പെൻഡിങ് വർക്കുകളെല്ലാം ചെയ്തു തീർക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഓഫീസിൽ നേരത്തെ എത്തി ലീവ് ആപ്ലിക്കേഷൻ കൊടുത്ത് വർക്കിലേക്ക് തിരിഞ്ഞു. അപ്പോഴാണ് ഓഫീസ് ബോയ് വന്ന് ഷെറീന മാഡം വിളിക്കുന്നു എന്ന് പറഞ്ഞത്. ക്യാബിനിൽ കയറിയപ്പോഴേ കലി തുള്ളി നിൽക്കുന്ന ഷെറീനയെ കണ്ടു. സംന മെഹ്റൈൻ, എന്തുദ്ദേശത്തിലാണ് ലീവ് ചോദിക്കുന്നത്? വന്ന് കയറിയില്ല, അതിനു മുന്നേ ഒരാഴ്ചത്തെ ലീവ്. മാഡം, എൻ്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തിന് വേണ്ടിയാണ്. പ്ലീസ് മാഡം, എനിക്ക് ലീവ് തരണം. ഇല്ലെങ്കിലോ? ഈ ഡേയ്സിൽ എന്തായാലും നിനക്ക് ലീവ് തരാൻ പറ്റില്ല. ഓൾറെഡി എൻ്റെ കീഴിലുള്ള 2 ട്രെയിനീസിന് ഞാൻ ലീവ് കൊടുത്തു, അജാസ് അനസ്, റോഹൻ അഹമ്മദ്. അതിൻ്റെ കൂടെ നിനക്ക് കൂടെ ലീവ് ഇമ്പോസിബിൾ. എന്തായാലും നിനക്ക് ലീവില്ല. പോയി വർക്ക് ചെയ്യും. മാഡം പ്ലീസ്. ആർക്ക് ലീവ് കൊടുത്താലും നിനക്ക് ലീവ് തരില്ല ഞാൻ. നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തോ. നിൻ്റെ ലീവ് ആപ്ലിക്കേഷൻ ഞാൻ റിജക്റ്റ് ചെയ്തു. എനിക്കൊരു ടെൻഷനും തോന്നിയില്ല. MDക്ക് എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ ലീവ് തരട്ടെ. ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലാണ് ഷെറീന വീണ്ടും ചുറിയാൻ വന്നത്. പാവം, ലീവ് കിട്ടുമെന്ന് കരുതി കെട്ടി ഒരുങ്ങി വന്നതല്ലേ. നിനക്കിവിടെ നിന്നൊന്ന് അനങ്ങാൻ പോലും എൻ്റെ സമ്മതം വേണം. ഒരു പുച്ഛം നൽകി പോവാൻ ഒരുങ്ങി അവളെ ഞാൻ വിളിച്ചു. ഷെറീന മാഡം ഒന്ന് നിന്നേ, ഞാൻ കുറേയായി സഹിക്കുന്നു.
ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി മാഡം എന്ത് പറഞ്ഞാലും ഞാൻ ആ ദിവസങ്ങളിൽ ലീവായിരിക്കും. ആണോ? എന്നാൽ നീ തിരിച്ചു വരുമ്പോൾ ഈ ജോലി ഇവിടെ ഉണ്ടാവില്ല. അത് മാഡം അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഞാനല്ലാതെ ആരാ? നിന്റെ കെട്ടിയോനാണോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? എന്നാൽ എനിക്കൊന്ന് കാണണമല്ലോ അത്. അപ്പോഴാണ് അങ്ങോട്ട് മേഫി വന്നത്. അവനെ കണ്ടതും ഭദ്രകാളി രൂപം പോയി മുഖത്ത് ചിരിയും ഫിറ്റ് ചെയ്ത് നിൽക്കുന്ന അവളെ കണ്ടതും ഞാൻ പൊട്ടി വന്ന് ചിരി അമർത്തി ക്യാൻറ്റീനിലേക്ക് നടന്നു. പാവ ഷെറീന, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ക്യാൻറ്റീനിലേക്ക് പോവാൻ ലിഫ്റ്റിൽ കയറിയതും സൂരജ് സാറ് മോടി വന്ന് കയറി. ഞാൻ ഫോണിൽ മുഖം പൂഴ്ത്തിയെങ്കിലും അയാളുടെ നോട്ടം എന്നിൽ അസ്വസ്ഥത പടർത്തി. എന്താണ് സാർ ഇങ്ങനെ നോക്കുന്നത്? സ്വരത്തിൽ പരമാവധി ദേഷ്യം കലർത്തി ഞാൻ ചോദിച്ചു. അല്ല, ഞാൻ മെഹറിൻ്റെ ലിപ്സ്റ്റിക് കളർ നോക്കിയതാ. ഞാൻ ലിപ്സ്റ്റിക് ഉപയോഗിക്കാറില്ല. അതെ, അതെനിക്കറിയാം. പക്ഷേ റോഷൻ സാറുള്ള ടൈമിൽ നല്ല കളറായിരുന്നു മെഹറിൻ്റെ ലിപ്സിന്. ഇപ്പോൾ സാറ് പോയിട്ട് 5-6 ദിവസമായില്ലേ? വേണേ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ആ അലവലാതി പറഞ്ഞ അർത്ഥം മനസ്സിലാക്കി വന്നതും അവൻ ലിഫ്റ്റ് ഡോർ ഓപ്പണായി പുറത്തെത്തിയിരുന്നു. അവൻ പറഞ്ഞതോർക്കും തോറും ശരീരം മുഴുവൻ തേരട്ട് ഇഴയുന്ന പോലെ അറപ്പ് തോന്നി. റിച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ട, ഇവനുള്ളത് ഇപ്പം തന്നെ കൊടുത്തേക്കാം എന്ന് കരുതി ക്യാൻറ്റീനിലേക്ക് ചെന്ന് അവിടെ ഒന്നും നോക്കിയിട്ട് അവനെ കണ്ടില്ല. നുറഞ്ഞു പൊങ്ങുന്ന ദേഷ്യം ഉള്ളിലൊതുക്കി അഫ്നയുടെ അടുത്തിരുന്നു. ആരിവിടെ? അവൾ കൈ കഴുകാൻ പോയതാ മെഹ്റു, ഇപ്പോൾ വരും. അപ്പോഴാണ് വാഷിംഗ് ഏരിയയുടെ സൈഡിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയി. നോക്കുമ്പോൾ ഒരു ചെയറുമായി സൂരജ് സാർ പറന്നു വരുന്നു.